അവള് തരുന്ന ചോറിന്റെ ആണോ? മര്യാദ ഇല്ലാത്ത മരുമോളുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും എന്റെ മകളുടെ വീട്ടിൽ നിന്ന് പഴയ ചോറ് കഴിച്ചാലും അത് ദേവാമൃതാടി. പഴയ ചോറിന് ഇത്രയ്ക്കും നന്ദിയോ? ഞാൻ കഴിക്കുന്നതേ പഴഞ്ചോറ് തന്നെയാ. എന്നാ നിന്റെ വീട്ടുകാര് ഗോതമ്പുണ്ട പോലും തിന്നാൻ ഗതിയില്ലാത്തവരല്ല. എന്താ നാവക്കങ്ങ് നീണ്ടല്ലോ. എവിടെ നിന്ന് ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയോ നിങ്ങക്ക്? ഇതെന്താ നിന്റെ സ്വന്തം കടയാ? നീ ഇവിടത്തെ ഒരു ജോലിക്കാരി തന്നെയാ. അത് മനസ്സിൽ വെച്ചോണ്ട് മറ്റുള്ളവരോട് പെരുമാറും. മാറി നിക്ക. ഒരു മേനക. അല്ലെങ്കിലേ നീ ജോലിയൊന്നും ചെയ്യുന്നില്ല. അതും പോരാഞ്ഞ് ഫ്രീ ടൈം കിട്ടുമ്പോ നിന്റെ അമ്മയെ വിളിച്ചു വരുത്തി കുടുംബകാര്യം സംസാരിച്ചോണ്ടിരിക്കുക. നിനക്ക് വെച്ചിട്ടുണ്ടടി. നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം ഒന്നും എന്റെ അടുത്ത് കാണിക്കണ്ട. എന്റെ അമ്മ അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. സംസാരിച്ചു കഴിഞ്ഞ് അവര് പോയി. ഈ സമയം കൊണ്ട് ഒരു ജോലിയും മുടങ്ങിയിട്ടില്ല. ഓഹോ, തെറ്റ് ചെയ്തിട്ട് എന്നോട് തറുതല പറയാ നീ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളോട് തറുതലയും പറഞ്ഞിട്ടില്ല. നടന്ന കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വെറുതെ എന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്യൊന്നും വേണ്ട. നിങ്ങൾക്ക് വേറെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയി നോക്കൂ. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി തന്നെ നിന്നെ ഈ കടയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നുള്ളതാ. ഇന്ന് എന്റെ മരുമോനെ കണ്ടതും എനിക്ക് എത്ര സന്തോഷായെന്നറിയോ ദീപിക. അവന്റെ അടുത്ത് പോയിട്ട് നീയും എന്റെ മോളും തമ്മിൽ എന്താ പ്രശ്നമൊന്നും എന്താണെങ്കിലും നമുക്ക് ഒന്നിച്ചിരുന്ന് സംസാരിച്ച് തീർക്കാന്ന്, അങ്ങനെ എന്റെ മനസ്സിലുള്ളതൊക്കെ പറഞ്ഞു തീർക്കാന്ന് വിചാരിച്ച്. പക്ഷെ നീ പറഞ്ഞ പോലെ വിക്രമിന് വിജിയുടെ പേര് കേൾക്കുമ്പോ തന്നെ ആകെ ദേഷ്യം വരുന്നത്. വിജിയുടെ അടുത്ത് അവൻ അത്രയ്ക്കും ദേഷ്യം മോളെ. അതുകൊണ്ട് എനിക്ക് വിക്രമിനോട് പോയിട്ട് സംസാരിക്കാനാവില്ല. ഞാൻ പോയി സംസാരിച്ചിട്ട് ഇനി വിക്രമിന് വിജിയോട് ദേഷ്യം ഒന്നുകൂടെ കൂടിയാലോ? അതുകൊണ്ടാ മിണ്ടാതിരുന്നത്. അതെന്തായാലും നന്നായി അമ്മേ. വിക്രമിന് എന്തിനാ വിജിയോട് ഇത്രയ്ക്ക് ദേഷ്യം തോന്നാൻ കാരണമെന്നും എനിക്കത് അറിയില്ലമ്മേ. ഞാൻ എന്റെ ഭർത്താവിന്റെ മുന്നിൽ വെച്ചാ വിക്രം വിജിയുമായിട്ട് വീണ്ടും ഒന്നിക്ക് പാവം അവള് നിന്നെ അന്വേഷിക്കുകയാണെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞെന്നറിയോ? അത് കേട്ടപ്പോ തന്നെ അവൻ ആകെ വയലന്റായി. എന്നിട്ട് പബ്ലിക് പ്ലേസ് ആണെന്ന് ഓർക്കാതെ, കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ആണെന്ന് പോലും ഓർക്കാതെ അവൻ വായി തോന്നിയതൊക്കെ പറഞ്ഞു. അയ്യോ, ഇത് കണ്ട് ഹസ്ബൻഡിന് ദേഷ്യം വന്നിട്ട് അവര് രണ്ടുപേരും തമ്മിൽ വഴി കിടന്ന് ബഹളമായി. അയ്യോ, എന്താ മോളെ ഇതൊക്കെ? ഞാൻ വല്ലാണ്ട് ഇൻസൾട്ടഡ് ആയമ്മേ. വിക്രമിന് ഇത്ര ദേഷ്യത്തില് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലമ്മേ. അവൻ ഇത്രയൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ വിജയോട് എത്രത്തോളം വെറുപ്പുണ്ടെന്ന് അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ, അതുകൊണ്ടാ അമ്മേ ഞാൻ ഫോൺ വിളിച്ചപ്പോ വിക്രമിനോട് ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കേണ്ടെന്ന് അമ്മയോട് പറഞ്ഞത്. നന്നായി മോളെ, നീ കറക്റ്റ് സമയത്ത് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത്. ഇല്ലായിരുന്നെങ്കില് ഞാൻ ആ ഫോട്ടോ കണ്ട ഉടനെ അവരോട് പോയി കാര്യമൊക്കെ സംസാരിച്ച് ഇപ്പോഴുള്ള പ്രശ്നം കുറച്ചുകൂടെ വലുതാക്കിയെന്നെ. വിക്രം ഇങ്ങനെയാണെങ്കിൽ വിജയുടെ കാര്യം ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ പറഞ്ഞത് ശരിയാ. വിക്രമിനോടല്ലേ ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് വിജിയോട് സംസാരിക്കാലോ എന്ന് കരുതി ഞാൻ അവളുടെ കടയിലും കൂടി പോയിരുന്നു. വെറുതെ സംസാരത്തിനിടയില് നിന്റെ ഭർത്താവ് തിരിച്ചു വന്ന നീ അംഗീകരിക്കുമെന്ന്, അതുപോലെ അവന്റെ കൂടെ ജീവിക്കുമെന്നും വെറുതെ ഒന്ന് ചോദിച്ചു. അത് കേട്ടത് അവൾ എന്നെ കടിച്ചു തിന്നാനെ വന്നേ മോളെ. അമ്മയ്ക്ക് ആരെ ഈ ഐഡിയ ഒക്കെ തരുന്നെന്നും അതൊന്നും ഇനി ഒരിക്കലും നടക്കില്ലെന്നും ഇനി ഒരു ഒത്തുചേരലില്ലാന്നും പറഞ്ഞു അവൾ എന്നോട് ദേഷ്യപ്പെടുമായിരുന്നു മോളെ. ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ആകെ കുഴഞ്ഞു കിടക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട് ദീപിക, എന്റെ മരണത്തിന് മുൻപായിട്ട് ഇവര് രണ്ടുപേരെയും ഒന്നിപ്പിക്കാതെ ഞാൻ പോവില്ല. ആ വിശ്വാസം എനിക്കുണ്ട് മോളെ. അമ്മേ, അമ്മയുടെ വിശ്വാസം തെറ്റില്ലമ്മേ. ഉറപ്പായിട്ടും വിജയും വിക്രവും ഒന്നിക്കുക തന്നെ ചെയ്യും. അത് തന്നെയാണ് അമ്മ എന്റെ ആഗ്രഹം. അവരുടെ രണ്ടുപേരുടെ മനസ്സിൽ ഇത്രയും ദേഷ്യമുള്ള സ്ഥിതിക്ക് അതെങ്ങനെ അമ്മയെ തണുപ്പിക്കാൻ പറ്റുന്നേ? അതാലോചിക്കുമ്പോഴാ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും നാള് എന്റെ മരുമകൻ എന്റെ കൺമുമ്പിൽ ഒന്ന് കാട്ടിത്തരണേന്ന് മാത്രമായിരുന്നു എന്റെ പ്രാർത്ഥന മുഴുവൻ. ഇപ്പോ ദയവായിട്ട് അവൻ എന്റെ കൺമുമ്പിൽ കാട്ടിത്തന്നു.
അതുപോലെ തന്നെ അവന്റെ മനസ്സും ഒന്ന് തണുത്ത്, എന്റെ വിജിയുടെ മനസ്സും ഒന്ന് തണുത്ത്